നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന എന്നാൽ നല്ല രുചികരമായിട്ടുള്ള ഒരു കടല റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 2 സവാള അരിഞ്ഞതും ഒരു 4 പച്ചമുളകും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മൂടി വെക്കണം. പിന്നെ കുറച്ച് ചാറോടുകൂടി നമുക്ക് എടുക്കുകയാണെങ്കിൽ അപ്പത്തിനൊക്കെ കൂട്ടാൻ നല്ലതാണ്. ഇച്ചിരി കൂടെ കുറുകിയ ഒരു പരുവത്തിൽ റോസ്റ്റ് ആക്കി എടുത്തെങ്കിൽ ചോറിന് കഴിക്കാനും നല്ല ഒരു കടലക്കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.